ഓണത്തിനുള്ള ചെണ്ടുമല്ലി എങ്ങനെയാ നടുന്നേ നോക്കിയാലോ. നമ്മള് 1.5 അടി നീളത്തിന് കുഴികൾ എടുക്കണം. അപ്പൊ നമ്മളിവിടെ കുഴി എടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് നടുന്ന പ്രോസസ്സിലേക്ക് നടന്നാലോ. നമുക്ക് ഇതാ ഇങ്ങനെ ഇതിന്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് ഒരു തൈ ഇങ്ങനെ എടുത്ത് ഇവിടെ ജസ്റ്റ് എളുപ്പമായിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. തൈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. വേണമെങ്കിൽ ഒന്ന് സൈഡൊക്കെ കൈ കൊണ്ട് ഫ്ലാറ്റ് ആക്കി കൊടുത്തോളൂ. ട്രെയിനിൽ നിന്ന് ദൂരം ഭയങ്കര എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് പൊക്കിയ സാധനം വേരോടെ ഇങ്ങ് വരും. നല്ല വെള്ള കളറിലുള്ള വേര്. അതിനുശേഷം കത്തിയോ എന്തെങ്കിലും കൊണ്ടൊരു ചെറിയ കുഴിയെടുത്ത് ഇവിടേക്ക് ചെടി വെച്ച് മണ്ണിട്ട് കൊടുക്കുക. നടാൻ ഒരുപാട് പാടൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. കണ്ടോ, ഇതിപ്പോ ഓണമൊക്കെ എത്തുമ്പോഴേക്കും ഇത് പൂത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പകുതിയോളം നട്ട് കഴിഞ്ഞു. ഇനി ഇതാ ഒരു 8 എണ്ണേ ഉള്ളൂ. ഇതും കൂടെ നമുക്ക് ബാക്കി നട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ സെറ്റാക്കി അടിപൊളിയായിട്ട് നട്ട് കൊടുക്കണം. ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നടുകയാണെങ്കിൽ ഓണത്തിന് പൈസ കൊടുത്ത് പൂവൊന്നും വാങ്ങണ്ട. പൂക്കളോ ഒക്കെ ഇടാനായിട്ട് ജസ്റ്റ് ഇതുപോലെ 10 രൂപയ്ക്കും 5 രൂപയ്ക്കൊക്കെ കൃഷിഭവനിൽ നിന്ന് തൈ വാങ്ങിയിട്ട് വരിക, നടുക. ഓണമാകുമ്പോഴേക്കും പൂക്കൾ കിട്ടും. നമുക്ക് ഒരു എക്സ്പെൻസും വരുന്നില്ല. ഒരു 40 തൈ വാങ്ങുകയാണെങ്കിൽ ഒരു തൈക്ക് 5 രൂപയാണ്. അപ്പോൾ 5 × 40 ആയി നോക്കുമ്പോൾ എത്ര വരും? 200 രൂപയ്ക്കേ വരുള്ളൂ. അപ്പോൾ ഭയങ്കര ലോ കോസ്റ്റ് ആണ്. നമ്മൾ ഈ ഓണത്തിന് ഭയങ്കര വിലയൊക്കെ കൊടുത്ത് പൂ മേടിക്കുന്നതിലും ലാഭമാണ് ഇതുപോലെ നട്ട് പിടിപ്പിക്കുന്നതും പൂ കിട്ടുന്നതും ഒക്കെ, അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൂക്കൾ തരുന്നതായിരിക്കും. ഇത് കുഴിയെടുക്കാൻ അല്പം പാടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തൈയാണ്. നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് നട്ട് കൊടുക്കാം. ഇത് ഇവിടേക്ക് നട്ട് ര